സിനിമയ്ക്കുള്ളൊരു സിനിമ. ടൊവിനോ തോമസിൻ്റെ കഴിഞ്ഞ അന്വേഷണം കണ്ടെത്തും മൂവിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നല്ലൊരു സിനിമ ഇതുണ്ടല്ലേ, ആവേശം കണ്ടില്ലേ. അപ്പോൾ ടൊവിനോയും സിനിമ കാണാനുണ്ടായിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. ലാൽ ജൂനിയറിന് നല്ലൊരു മൂവിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ബാലു ആണെങ്കിലും സലിംകുമാരേട്ടൻ്റെ മോനാണെങ്കിലും എല്ലാവരും നല്ല വേഷമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവസാന ഭാഗങ്ങൾ, ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് ഒരു ആകാംക്ഷയായിരുന്നു. പക്ഷെ അവസാന ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മളെ ത്രസിപ്പിക്കുന്ന പല രംഗങ്ങളും സിനിമയിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സൊക്കെ നമ്മൾ പറയാത്ത രീതിയിൽ നമ്മൾ എന്താ പറയുക, ഞെട്ടിച്ചുള്ള രീതിയിലുള്ള ക്ലൈമാക്സാണ് ഈ സിനിമയിൽ. പിന്നെ ടൊവിനോയ്ക്ക് അഭിനയ സാധ്യതയുള്ളൊരു നല്ലൊരു വേഷമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അനൂപേട്ട ലാസ്റ്റ് പറഞ്ഞൊരു ക്ലൈമാക്സ് ഉണ്ട്, അത് വേറെ ലെവലാണത്. അനൂപേനെ നല്ലൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ രഞ്ജിത്ത് സാറ് ഡയറക്ടർ, എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. ടൊവിനോ തോമസ് കലക്കി തിമിർത്തു പടത്തിൽ. എന്തായാലും നടികർ അടിപൊളി, സൂപ്പർ ഹിറ്റ് മൂവി. സിനിമ അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. ഇൻ്റർവെൽ സമയത്താണ് ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. പൊളി മൂവിയാണ്. 100 ദിവസം ഓടുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. താങ്ക് യു. ഹലോ, നാടകത്തിൽ അഭിനയിക്കുന്നതാണ്. ഞങ്ങൾക്കും ഇതൊരു ലെസൺ ആയി. എന്താണെന്ന് വെച്ചാൽ ഇത് സൂപ്പർ സ്റ്റാർ ആവുന്നതല്ല ഇമ്പോർട്ടൻസ്, ബാക്കിയുള്ള ആൾക്കാരോട് ഇഴങ്ങുന്നതും നല്ല മനുഷ്യനാവുന്നതുമാണെന്ന് മനസ്സിലായി. കഴിക്കും. ഹലോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയല്ല, നല്ല പടം. ഞങ്ങളിൽ ഒരു നാടകത്തിൻ്റെ ബോട്ട് ബോയ് എന്ന് പറഞ്ഞ നാടക സംഘമാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് ജീൻ പോൾ സാർ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അഭിനയിച്ചു. അപ്പോൾ നല്ല പടമാണ്, മിക്കവാറും കുറേ ഓടും. താങ്ക് യു. നല്ല സിനിമയായിരുന്നു, എല്ലാവരും പോയി കാണണം. എല്ലാവരും കാണാം. അവസാനമൊക്കെ അടിപൊളിയാണ്. അവസാനം ഇമോഷണൽ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ല അടിപ്പൻ സിനിമയാണ്. ടോവിനോ പൊളിച്ചു, സൗബിൻ ചേട്ടനും പൊളിച്ചു. അപ്പൊ എല്ലാരും പോയി കാണാം. എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു നല്ല എന്റർടൈനിങ് ഫിലിമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ വളരെ നല്ലായിരുന്നു. ടോവിനോ ചേട്ടനും സൗബിൻ ചേട്ടനും ഒക്കെ വളരെ നല്ലായിരുന്നു. കോമഡിയൊക്കെ ഉണ്ട്. അതെ, കുറെ നല്ലതായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ബാക്കി ആൾക്കാരോട് അഭിപ്രായം ചോദിക്കട്ടെ. എൻ്റെ മാത്രം അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരത് അത്ര എടുക്കുന്ന അറിയില്ല. എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണെന്നൊന്ന്, എന്താണ് നിങ്ങളോട് ആൾക്കാർ പറഞ്ഞത്? എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണോ പറയുന്നത്? ഓക്കെ, അതെ, ഓക്കെ. ഇതൊരു നല്ല സിനിമയാണ്, അതൊന്ന് കാണാം. അപ്പം എല്ലാവരും തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സിനിമയും കാണണം, അതുതന്നെ പറയാനുള്ളത്. പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റാണെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ആവട്ടെ, ഇൻഷാ അല്ലാ. ഏതാ നല്ല രസം. നല്ല, അതായത് ഇതൊരു എന്താ, ഇത് ഭയങ്കര ഒരു അടിച്ചുപൊളി മാസ് എന്റർടൈനർ അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ ഇത്. ഇതൊരു ഇമോഷണൽ ജേണിയാണ് ഒരാൾക്കുള്ള. അപ്പം അങ്ങനത്തെ ഒരു ഇമോഷണൽ പടം കാണാനായിട്ടാണ് നമ്മൾ ആളുകൾ അത് കണക്ട് ആവുന്നുണ്ടെന്ന് അറിയുമ്പോൾ, ഇമോഷൻ ആൾക്കാരായിട്ട് കണക്ട് ആയില്ല വർക്കാവില്ല. അപ്പോൾ ആളുകൾക്ക് അത് കണക്ട് ആവുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും വിളിച്ചിരുന്നു, എല്ലാവരും ഹാപ്പിയാണ്. ഏതാ ആ ക്വസ്റ്റ്യൻ ഔട്ട്ഡേറ്റഡ് ആയിട്ടാ സിനിമാറ്റൊക്കെ പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് വാ. ഭയങ്കര ഔട്ട്ഡേറ്റഡ് അത്. നിങ്ങൾ തന്നെ സുഷിനോട് തന്നെ 10-50 തവണ ചോദിച്ചിട്ടുണ്ട്. അതെ, ഏതാ ആ ടീമിന്റെ അവിടെ അല്ലല്ലോ. അങ്ങനത്തെ അത് ജീൻ ചേട്ടൻ അവിടെ ചിദംബരമായിരുന്നില്ല ഡയറക്ടറോട്. ജീൻ ചേട്ടനല്ല ഡയറക്ടർ മാറുമ്പോൾ പടങ്ങൾ നമ്മൾ വ്യത്യസ്തം. മഞ്ഞുമൽ പോലത്തെ ഒരു സിനിമയല്ല ഇത്. തല്ലുമാല പോലത്തെ ഒരു സിനിമയല്ല ഇത്. നടികർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടികരുടെ ഒരു യുണീക്ക് സിനിമയാണ് അത് മറ്റു സിനിമകളായിട്ടൊന്നും ബന്ധമില്ല. ഇപ്പൊ മഞ്ഞുമല പ്രതീക്ഷിച്ചോ തല്ലുമാല പ്രതീക്ഷിച്ചോ ഒന്നും ആരും വന്നിട്ട് കാര്യമില്ല. ഇത് വേറൊരു ടൈപ്പ് പടമാണ്. ആ ഒരു ഓണറേ അല്ലേ ഈ പടം. ഒരു ബാക്ക് സ്റ്റോറി ഭയങ്കരമായിട്ട് ടച്ചിങ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതായത് അതിനോട് ചെറുപ്പം വരുന്ന ആ ഒരു അപ്പോൾ അതിന് കണ്ടു കഴിഞ്ഞപ്പോൾ അത്ര മാത്രം ഫീൽ ചെയ്തില്ല. അതെനിക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആയ ഒരു ഏരിയ ആയിരുന്നു അത്. എനിക്ക് ആ പാട്ട്, എനിക്ക് ആ ഓമൽക്കണ നേഹ ആക്സൻ എനിക്ക് ആ പാട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈസിലി കണക്ട് ആയത്. ടൊവിനോ തോമസിൻ്റെ പുതിയ ചിത്രം നടികർ സിനിമ കണ്ടു. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് ടൊവിനോ ചെയ്തിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പണിക്കറായിട്ട് ആറാടി തിമിർത്ത് കസറുകയാണ് എന്ന് പറയാം.
തല്ലിമാലയ്ക്ക് ശേഷം ഇത്ര നല്ലതുപോലെ വൃത്തിയായിട്ട് അഭിനയിച്ച സിനിമ ഇതാണ്. മുമ്പത്തെ അഭിനയങ്ങളൊന്നും കൊള്ളില്ലെന്നല്ല, ഇതാണ് ഏറ്റവും പറഞ്ഞ സിനിമ എന്ന് പറയുന്നത്. ഫൈറ്റ് ആണെങ്കിലും സിനിമയ്ക്കുള്ളിലെ രസകരമായ സംഭവങ്ങളാണെങ്കിലും. കാരണം ഇത് ഡയറക്ടർ ഇരിക്കുന്നത് നമ്മുടെ ജീൻ പോൾ ലാലാണ്. ജീൻ പോൾ ലാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം മികച്ച ഡയറക്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഒരു കരിയർ ബസ് സിനിമ എന്ന് തന്നെ പറയാം. ടൊവിനോൻ്റെ ഭാവനയുടെ മികച്ച പെർഫോമൻസ് ആണ്. യൂത്തിന് ധൈര്യമായിട്ടും ഉൾക്കൊള്ളി കാണാൻ പറ്റുന്ന സിനിമയാണ്. ഓരോ സിനിമ പ്രേമിയും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു ആക്ടിംഗ് ക്ലാസ് കൂടി ഈ സിനിമയ്ക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ ബാലു വർഗീസിൻ്റെയും ചന്തുവിൻ്റെയൊക്കെ അഭിനയം മികച്ചാണ്. അപ്പോൾ എന്തുകൊണ്ടും തിയേറ്ററിൽ നിന്ന് കാണേണ്ട എൻഗേജിങ് ആണ്, ത്രില്ലിംഗ് ആണ്, ഫാൻറ്റസി ആണ്. അപ്പോൾ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, കാണുക. എനിക്കിഷ്ടപ്പെട്ടു. ടോവിനോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സലീം കുമാർ സാറിൻ്റെ മോൻ അത് നല്ല രസമുണ്ട്. അവൻ്റെ ആ ഭാഗമൊക്കെ നന്നായിട്ടുണ്ട്. സോബിൻ ഭയങ്കര രസമുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അഭിനയം നന്നായിട്ടുണ്ട്. അയ്യോ ഭാവന രസമുണ്ട്. അതേപോലെ തന്നെ ക്യാരക്ടർ ഓണക്കുട്ടി. ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ഒരു എന്താ പറയുക, കണ്ടിരിക്കാൻ രസമുള്ള ഒരു മൂവി അത്രയും പറയാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എന്നാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കാരണം ടോവിനോടല്ലേ. ആക്ഷൻ കൊള്ളാം, ആക്ഷൻ നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, വെട്ടം പോലുള്ള സിനിമകളിലെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആണല്ലോ നമുക്ക് കോമഡി ആയിട്ട് ഒരു രസത്തിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു സീൻ. അടിയടാ അല്ല, ഈ നടികർ എന്ന് പറയുന്ന പേര് തന്നെ ഉണ്ട് പടം എന്താണ് ഉദ്ദേശിക്കണമെന്നുള്ളത്. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ലൈഫാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ആ സൂപ്പർ സ്റ്റാറിൻ്റെ ലൈഫ് ടോവിനെ ഈ സിനിമയിൽ ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. അത് ആ പുള്ളിയുടെ പല ഏരിയാസിലും പുള്ളി അത് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പല ഷോട്ടുകളിലാണെങ്കിലും നമ്മളിപ്പം സിനിമയ്ക്കുള്ള സിനിമ പറയുമ്പോഴത്തേക്ക് ആ സിനിമയിൽ കട്ടുണ്ടാവും, ആക്ഷൻ ഉണ്ടാവും, അതെല്ലാം ഉണ്ടാവും. അതിൽ ആക്ഷൻ പറയുമ്പോൾ പുള്ളി അഭിനയിക്കുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ അഭിനയിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ക്യാഷുവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ലാൽ ജൂനിയറിൻ്റെ ടീമുകളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുരേഷ് കൃഷ്ണയാണ്. സുരേഷ് കൃഷ്ണ ഈ പടത്തിൽ പൊടിയുള്ളൂ. എനിക്ക് ചേട്ടായിസ് സിനിമയിൽ സുരേഷ് കൃഷ്ണയുടെ ഐറ്റം ഉണ്ട്. ആ സാധനം ഈ പടത്തിൽ സുരേഷ് കൃഷ്ണ തന്നിട്ടുണ്ട്. പടം കണ്ടു. പടം കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ സിനിമയുടെ അകത്തും പുറത്തായിട്ടുള്ള കുറേ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ സുരാജേൻ്റെ കാര്യം പറയില്ല, വെക്കണ വേണ്ടി സൂപ്പർ ഹിറ്റ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഒരട്ടം എന്തായാലും നമുക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. ടോവിനോയുടെ പെർഫോമൻസ് ബേസ് നന്നായിട്ടുണ്ട്. കാരണം അയാൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ അഭിനയിച്ചിട്ടുണ്ട്, റിയൽ ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ആളെ ആക്ടിങ്ങിൻ്റെ ഒക്കെ ഒരു ഡിഫറൻറ്റ് പടം കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇത് ഏത് തരം ഒരു കാറ്റഗറി ആയിട്ട് പറയാൻ താല്പര്യമില്ല. കാരണം അത് എല്ലാവർക്കും പറ്റും. നമ്മൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ ഫോക്കസ് ചെയ്തിട്ടല്ലല്ലോ സിനിമ എടുക്കുന്നത്. നമുക്ക് ഒരു സിനിമ ഇറക്കി അത് കുറച്ച് ചില ഓഡിയൻസിന് ഇഷ്ടപ്പെടും, ചില ഓഡിയൻസിന് ഇഷ്ടപ്പെടില്ല. പക്ഷെ ആ സിനിമ പരാജയപ്പെടണമെന്നില്ല. നമ്മൾ എല്ലാതും ഉണ്ട്. നമ്മളിങ്ങനെ ഒരു മസാല, നമ്മളൊരു ഈ പറഞ്ഞ പോലെ സാമ്പാർ കഷ്ണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊരു മൊത്തത്തിലൊരു എല്ലാ ചേരുവകളുള്ളൊരു പടം. സീരിയസ് ആയിട്ട് കഥ പറഞ്ഞുകൊണ്ട് അതിൽ കുറേ തമാശകൾ ഏഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പം സിനിമയുടെ ഉള്ളിലുള്ള കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ആർട്ടിസ്റ്റും ഡയറക്ടറും ടെക്നീഷ്യന്മാരൊക്കെ ഉള്ള ഒരു കോംബോ എത്രമാത്രം അവർ അതിൻ്റെ ഉള്ളിൽ അവർ എന്താ പറയുക ഒന്ന് ബ്ലിങ്ക് ചെയ്ത് ചെയ്യുന്നുണ്ട്. ആ പരിപാടിയൊക്കെ നമുക്ക് റിയലായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഭാവനയുടെ ഈ ആക്ടിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് ആള് ബ്രേക്കപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആള് കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിക്കണ പോലെ എനിക്ക് ഈ പടത്തിലേക്ക് നമുക്ക് അങ്ങനെ ഫേസ് അയ്യോ കുറേ നാളുകൾക്ക് ശേഷമല്ലോ ഭാവന ഈ പടത്തിൽ വന്നുള്ള അങ്ങനെ ഒരു ഫീൽ ഇല്ല. ശരിക്കും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാത്തത്. അച്ഛൻ, അമ്മ, കുട്ടി എന്നുള്ള ബന്ധം, പിന്നെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ചേതോവികാരങ്ങൾ തന്നെ പറയാം. കാരണം അതേപോലെ നമുക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വർക്കൗട്ടായിട്ടുണ്ട് ഈ പടത്തിൽ. നമുക്ക് ഒരു സൂപ്പർ സ്റ്റാറും അവരും മനുഷ്യരാണല്ലോ, ആ സൂപ്പർ സ്റ്റാറിനുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു സൂപ്പർ സ്റ്റാറായിട്ട് എങ്ങനെയാണ് സിനിമയിൽ വരുന്നതും അതിനെക്കുറിച്ചുള്ള പ്രതിപാദനമൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. എന്തായാലും ഇതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്.